മാംഗല്യം തന്തുനാനേന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വസുന്ധരയും ജ്യോതിർമയിയും കുഴിച്ച കുഴിയിൽ ഗൗതമും നിധിയും വീഴുന്നു. പാർവതിയമ്മ തലചുറ്റി വീണത് ജ്യോതിർമയി ഏർപ്പെടുത്തിയ ബിന്ദു നിധിയെ വീഡിയോയിൽ കാണിച്ചു കൊടുക്കുന്നു. കരാർ വായിച്ചുകൊണ്ടിരിക്കുന്ന ഗൗതമും നിധിയും ആകെ വിഷമിക്കുന്നു. നാളെ കരാറിൽ സൈൻ ചെയ്യാമെന്ന് ഗൗതം പറയുമ്പോൾ രാജീവ് മാധവൻ പറയുന്നു, അത് വേണ്ട സാറേ, ഇന്ന് തന്നെ കരാറിൽ സൈൻ ചെയ്തില്ലെങ്കിൽ ജ്യോതിർമയിയും പ്രണവും കൂടി കോടതിയിൽ നിന്നും സ്റ്റേ ഓർഡർ വാങ്ങിയാലോ. അത് കേട്ടതും നിധി ഗൗതമിനെ നിർബന്ധിക്കുന്നു. ഇന്ന് തന്നെ കരാറിൽ സൈൻ ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ ജ്യോതിർമയിയും വസുന്ധരയും പ്രണവും ആഗ്രഹിച്ചതുപോലെ പ്രണവിനെ ഗൗതം എല്ലാ സ്വത്തും എഴുതി കൊടുക്കുന്നു എന്ന കള്ള ആധാരത്തിലും കൂടി ഗൗതമിനെ കൊണ്ട് രാജീവ് മാധവൻ സൈൻ ചെയ്യിക്കുന്നു. സൈൻ ചെയ്തതിന് ശേഷം നിധിയും ഗൗതമും കൂടി പാർവതിയമ്മയെ കിടത്തിയ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പാർവതിയമ്മയ്ക്ക് ഓർമ്മയില്ല. ആരോ പിടിച്ച പോലെ തോന്നിയെന്ന് മാത്രമാണ് പാർവതിയമ്മ ഓർമ്മിക്കുന്നത്. ഗൗതമിനോട് സൈൻ ചെയ്തോ എന്ന് പാർവതിയമ്മ ചോദിക്കുന്നു. കരാർ വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ തലചുറ്റി വീണു എന്ന് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞത്. പിന്നീട് മുഴുവനും വായിച്ചു നോക്കാതെ തന്നെ ഞങ്ങൾ സൈൻ ചെയ്തു കൊടുത്തു എന്ന് നിധി പറയുന്നു. ഹോസ്പിറ്റലിൽ നിന്നും പാർവതിയമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു ഗൗതമും നിധിയും. ഗൗതമിൽ നിന്നും ജ്യോതിർമയി ആഗ്രഹിച്ചതുപോലെ കള്ള ആധാരത്തിൽ സൈൻ ചെയ്തു കിട്ടിയ കരാർ രാജീവ് മാധവൻ ജ്യോതിർമയിക്കും പ്രണവിനും കൊടുക്കുന്നു. ഈ വിവരം വസുന്ധരയെ അറിയിക്കുന്നു. ശിവാനി കള്ളത്തരത്തിൽ കൂടി സ്വത്ത് കിട്ടിയ സന്തോഷം പായസമൊക്കെ കുടിച്ച് ആഘോഷിക്കുന്നു. ജയിലിൽ കിടക്കുന്ന CKCയോട് കരാർ സൈൻ ചെയ്ത് കിട്ടിയ വിവരം ജ്യോതിർമയി അറിയിക്കുന്നു. എത്രയും വേഗം CKC ജയിലിൽ നിന്നും പുറത്തു വരണമെന്ന് ജ്യോതിർമയി പറയുന്നു. അതെങ്ങനെ സാധിക്കാനാണ്? എനിക്കുടനെ ഒന്നും ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല. ഞങ്ങൾ അതിനായി ഒരു പദ്ധതി കണ്ടെത്തിയിട്ടുണ്ട്. സന്തോഷത്തിൽ മതിമറന്ന് നിൽക്കുന്ന പ്രണവും ശിവാനിയും ജ്യോതിർമയിയും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് ജ്യോതിർമയി CKCയോട് പറയുന്നു. CKC നെഞ്ചുവേദന അഭിനയിച്ച് ഹോസ്പിറ്റലിൽ വരിക, അവിടുത്തെ ഡോക്ടറെ പൈസ കൊടുത്ത് സ്വാധീനിച്ച് CKC വലിയൊരു ഹൃദ്രോഗിയാണെന്ന് സ്ഥാപിച്ചെടുക്കുക. അങ്ങനെ വന്നാൽ CKCക്ക് ജാമ്യം കിട്ടും. ഈ വിവരം ഗൗതമിൻ്റെ അഡ്വക്കേറ്റ് അറിയുന്നു. അവർ ഗൗതമിനോട് പറയുന്നു, CKCക്ക് യാതൊരു അസുഖവുമില്ല, ജാമ്യം കിട്ടാൻ അയാൾ അഭിനയിക്കുകയാണ്. CKCയെ ജയിലിൽ കൊണ്ടുപോകുമ്പോൾ അയാളുടെ പരിശോധനയിൽ CKCക്ക് യാതൊരു അസുഖവുമില്ല എന്ന സർട്ടിഫിക്കറ്റ് മാത്രം മതി നമുക്ക് ജാമ്യത്തെ എതിർക്കാനെന്ന് ഗൗതമിൻ്റെ അഡ്വക്കേറ്റ് പറയുന്നു. വസുന്ധര വളരെ സന്തോഷത്തിലാണ്. കള്ള ആധാരം ഗൗതമിൽ നിന്നും സൈൻ ചെയ്ത് കിട്ടിയതുകൊണ്ട് നിധിയോട് അവർ പറയുന്നു, അടുത്ത് തന്നെ പ്രണവ് ഇങ്ങോട്ട് വരും. പ്രണവ് മാത്രമല്ല, ശിവാനിയും കൂടെയുണ്ടാകും. ഈശ്വരമംഗലത്തെ എല്ലാ സ്വത്തുക്കളും ഇനി പ്രണവിൻ്റെ പേരിലാകാൻ അധികം ദിവസം വേണ്ടെന്ന് വസുന്ധര പറയുന്നു. വസുന്ധരയുടെ സംസാരത്തിൽ നിധിക്ക് സംശയം തോന്നുന്നു. ആധാരത്തിൽ ഗൗതം സൈൻ ചെയ്താൽ മാത്രം പോരാ, ആധാരം രജിസ്ട്രേഷൻ ചെയ്താലേ പ്രണവിൻ്റെ പേരിലാകൂ. അതിനു മുൻപ് തന്നെ ജ്യോതിർമയിയുടെയും CKCയുടെയും കള്ളത്തരം നിധി പൊളിച്ചടക്കും. വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.